ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂളിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻ ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 2-3 പ്രോബ്ലംസ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഓൾറെഡി ഈ പഠിച്ച പോർഷൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഇപ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ആൻഡ് അവൈലബിൾ ടു പ്ലാന്റ്സ്, ഈ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് 2-3 പ്രോബ്ലം നോക്കുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്ന ടേം, ലെറ്റ് ഡി ബി ദി ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ റൂട്ട് സോൺ. അപ്പോൾ റൂട്ട് സോണിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറിന്റെ ഡെപ്ത് ലെറ്റ് ഇറ്റ് ബി സ്മോൾ ഡി. ആൻഡ് എഫ് സി എന്ന് പറയുന്ന ടേം ഫീൽഡ് കപ്പാസിറ്റി ആണ്. ഓക്കെ, റോ ഡി എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ഡ്രൈ സോയിലും റോ ഡബ്ല്യു എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചത്, ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഡി എസ് ഇസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു, അതായത് ഫീൽഡ് കപ്പാസിറ്റി ഇൻറ്റു റോ ഡി ബൈ റോ ഡബ്ല്യു ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദി റൂട്ട് സോൺ ആണ്. അപ്പം ഈ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈ താഴെ കാണുന്ന ഫോർമുലാസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് എന്ന് പറയുന്നത് ഡി ഡബ്ല്യു എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല റോ ഡി ബൈ റോ ഡബ്ല്യു ഇൻറ്റു ഡി, അതായത് റൂട്ട് സോൺ ഡെപ്ത് ഇൻറ്റു എഫ് സി മൈനസ് പി ഡബ്ല്യു പി. എഫ് സി എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റിയും പി ഡബ്ല്യു പി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പി ഡബ്ല്യു പി എന്ന് പറയുന്നത് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് എന്നും പറയും അതിനെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡബ്ല്യു പി. അപ്പോൾ ആ റോ ഡി ബൈ റോ ജി എന്ന് പറയുന്നത് നമ്മൾ ജി എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് മാറ്റിയിരിക്കുന്നു. ഇൻറ്റു ഇത് കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ പ്രോബ്ലത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഈ ടേംസ് ഇപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്, പി ഡബ്ല്യു ടി അല്ലെങ്കിൽ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത്, അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ആ ടേംസ്, നമ്മളെ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചല്ലോ ഓൾറെഡി തിയറിക്കകത്ത്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം ഈ ഒരു പോർഷൻ പ്രോബ്ലത്തിലോട്ട് കടക്കാൻ. കാരണം പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ പി ഡബ്ല്യു പി അല്ലെങ്കിൽ അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആ ടേം പറയണമെന്നില്ല. വേറെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും അവരത് റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പി ഡബ്ല്യു പി എന്ന് പറയുന്ന ടേം നിങ്ങൾക്കറിയാം പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. അതായത് ആ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ പ്ലാന്റ് കംപ്ലീറ്റ്ലി ഉണങ്ങുന്ന ആ ഒരവസ്ഥയാണ്. സോ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ടൈമിൽ എത്ര വാട്ടർ കണ്ടന്റ് ആ സോയിലിനകത്ത് ഉണ്ടോ ആ ടേം ആണ് ശരിക്കും, ആ ഒരു വാട്ടർ കണ്ടന്റ് ആണ് ശരിക്കും നമ്മൾ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ടൈമിൽ പെർമനന്റ് ആയിട്ട് ക്രോപ്പ് വിൽറ്റ് ചെയ്യുമ്പോൾ എത്ര കണ്ടന്റ് ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും ചിലപ്പം തരുന്നത്. അപ്പൊ ആ വാല്യൂ തന്നെയായിരിക്കും പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിന്റെ വാല്യൂ. പിന്നെ ചില ക്വസ്റ്റിനകത്ത് ഈ വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു ടേം കാണുമായിരിക്കും. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഇത്രയും വാട്ടർ അല്ലെങ്കിൽ ഇത്ര മാത്രം സോയിൽ മോയ്സ്ചർ ഉള്ളപ്പോഴാണ് ഇറിഗേഷൻ ചെയ്തത്, അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു ക്രോപ്പ് ഇപ്പൊ നമ്മൾ ഇറിഗേഷൻ വാട്ടർ പല ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്, നിങ്ങൾക്കറിയാം ഇന്റർവെല്ലിലാണ് കൊടുക്കുന്നത് അല്ലെ. ഇപ്പം ഇന്നലെ ഒരു ടൈം വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് മിക്കവാറും ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ചെടി ഉണ്ടെങ്കിൽ തന്നെ അതിനടുത്ത വെള്ളം ഒഴിക്കണമെന്ന് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് അത് അങ്ങോട്ട് വാടാൻ തുടങ്ങുമ്പോഴാണ് അല്ലെ. അത് ഇലയൊക്കെ കിടന്ന് കാണുമ്പോഴാണ് നമ്മൾ പോയി വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇറിഗേഷൻ വാട്ടറിന്റെ കാര്യം. ഇറിഗേഷൻ വാട്ടർ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് പറയും മോയ്സ്ചർ കണ്ടന്റ് ഇത്ര ആയപ്പോഴാണ് നമ്മൾ അടുത്ത ഇറിഗേഷൻ വാട്ടർ കൊടുത്തത്. ദാറ്റ് മീൻസ് എത്ര ആയപ്പോഴാണ് ഇറിഗേഷൻ വാട്ടർ കൊടുത്തത്, എത്ര ആയപ്പോഴാണെന്നുള്ള ടേം ആയിരിക്കും നമ്മുടെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. കാരണം ആ ഒരു വിൽറ്റിംഗ് പോയിന്റിലോട്ട് എത്തി നിൽക്കുന്ന ടൈമാണ് നമ്മളിപ്പോൾ പറഞ്ഞ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇറിഗേഷൻ വാട്ടർ കൊടുത്തത്. അപ്പൊ ആ വാല്യൂ ആയിരിക്കും പി ഡബ്ല്യു പിയിൽ എടുക്കേണ്ടത്. നിങ്ങളിത് റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ പ്രോബ്ലത്തിലോട്ട് കടക്കാനായിട്ട്. കുറച്ച് ടഫാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം. ദ റൂട്ട് സോൺ ഓഫ് ആൻ ഇറിഗേഷൻ സോയിൽ ഹാസ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് 15 kilonewton per meter cube and a field capacity of 30%. The root zone depth of a certain crop having permanent wilting point of 8% is 0.8 meter. ഡിറ്റർമൈൻ, 3 കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദി റൂട്ട് സോൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി, അതുപോലെ ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദി റൂട്ട് സോൺ അറ്റ് പി ഡബ്ല്യു പി. നിങ്ങൾ ഇതൊക്കെ ഫുൾ ആയിട്ട് എഴുതണേ, ഞാൻ ഷോർട്ടായിട്ട് എഴുതിക്കുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ വേണം, ഡെപ്ത് ഓഫ്
അവൈലബിൾ വാട്ടർ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബുക്കിലോട്ട് പകർത്തി എഴുതുക. എന്നിട്ട് രണ്ടുകൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ മുറിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് 15 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട്സ് ഓൺ ഓഫ് ആൻ ഇറിഗേഷൻ സോയിൽ ആസ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. അപ്പം ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ തന്നിട്ടുണ്ട്. റോ ഡി എന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ ഫീൽഡ് കപ്പാസിറ്റി 30% തന്നിട്ടുണ്ട്. പിന്നെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് 8% തന്നിട്ടുണ്ട്. ആൻഡ് 0.8 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് സർട്ടൻ ക്രോപ്പ് റൂട്ട്സ് ഓൺ ഡെപ്തും തന്നിട്ടുണ്ട്. സ്മോൾ ഡി 0.8 മീറ്റർ അല്ലെ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിനി ഫീൽഡ് കപ്പാസിറ്റിയിലുള്ളത്, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിലുള്ള ഡെപ്ത് ഓഫ് മോയ്സ്ചറും അവൈലബിൾ വാട്ടറിന്റെ ഡെപ്തുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നും ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇത് ശരിക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. DS is equal to FC into rho D by rho W into D. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള ഡെപ്ത് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റിലെ ഡെപ്ത് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഈ FCക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കണം? TWT ഇട്ട് കൊടുത്താൽ മതി. അതായത് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും FCക്ക് പകരം ഇവിടെ വരുന്നത്. രണ്ട് പോയിന്റിന്റെയും ഡെപ്ത് ഓഫ് മോയ്സ്ചർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ ആണ്. ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫോർമുല പഠിച്ചില്ലേ. അപ്പൊ ആ ഫോർമുലയാണ് എഴുതേണ്ടത്. DW is equal to rho D by rho W into D into FC minus PWP. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തേർഡ് സെക്ഷനും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദ റൂട്ട്സ് ഓൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് എല്ലാ വാല്യൂസും നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്. ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30% ആണ്. സോ 30/100. റോ ഡി 15. റോ W എപ്പോഴും 9.81 ആണ് എടുക്കുന്നത്. റോ W എപ്പോഴും ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഫോർമുലയ്ക്കകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പം 9.81 ആണ് നമ്മൾ ഇതിന് പകരം വാല്യൂ കൊടുക്കേണ്ടത്. ഇൻറ്റു ഡി നമുക്കിപ്പം ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടല്ലോ, 0.8 മീറ്റർ ആണ് അല്ലെ. അപ്പൊ അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് DS കിട്ടും. ഇനി അടുത്തത് അവൈലബിൾ മോയ്സ്ചർ ഇൻ ദ റൂട്ട്സ് ഓൺ ഡെപ്ത് PWP ആണ്. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിൽ എത്ര അവൈലബിൾ മോയ്സ്ചർ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഈ FCക്ക് പകരം നിങ്ങൾ ഇവിടെ PWP കൊടുത്താൽ മതി. ബാക്കിയെല്ലാം റിമൈൻസ് സെയിം. ഓക്കെ, സോ PWP ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 8%, അതായത് 0.08 ഇൻറ്റു 15/9.81 ഇൻറ്റു ഡിയും സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇനി അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് അവൈലബിൾ മോയ്സ്ചർ, അവൈലബിൾ വാട്ടർ ആയിരുന്നു. അതിന്റെ ഫോർമുല ഇതാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതല്ല, ഓൾറെഡി പ്രോബ്ലത്തിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റോ ഡി തന്നിട്ടുണ്ട്, റോ W തന്നിട്ടുണ്ട് 9.81 നമുക്കറിയാം. ഡി 0.8, FC എന്ന് പറയുന്നത് 0.3 അല്ലെങ്കിൽ 30%, PWPയും തന്നിട്ടുണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ DW അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. Field capacity of a certain soil is 15% and the moisture content of the soil before irrigation is 8%. Determine the depth up to which the soil profile will be wetted with an application of 60 mm of water. Okay, and idum tannittundu. Take rho D is equal to 15.3 kilonewton per meter cube. Now, how will you solve this problem? എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം നോക്കുക. അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് അല്ലെ, 15% തന്നിട്ടുണ്ട്. പിന്നെ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദി സോയിൽ ബിഫോർ ഇറിഗേഷൻ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് എഴുതി തരണം എന്നില്ല, പകരം ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും തരുന്നത്. അപ്പൊ ഇത് കണ്ട ഉടനെ നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മുടെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത്. മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദി സോയിൽ ബിഫോർ ഇറിഗേഷൻ, അപ്പൊ നമ്മൾ എപ്പോഴാണ് ഇറിഗേഷൻ കൊടുക്കുന്നത്? അതൊരു വിൽറ്റിംഗ് സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് അല്ലെ. അപ്പം ഇറിഗേഷൻ വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സോയിൽ ആ മോയ്സ്ചർ കണ്ടന്റിന്റെ അളവ് മാറി. അപ്പം തൊട്ട് മുമ്പ് എത്രയായിരുന്നോ ഡ്രൈ ആയിട്ടിരുന്നത് അതാണ് നമ്മുടെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെ 8% എന്താണ് നമ്മുടെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത് നോക്കാം. DW അതായത് ആപ്ലിക്കേഷൻ ഓഫ് 60 mm ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഈ 60 mm ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തായിരിക്കും, അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് ആയിരിക്കും. അതായത് ഇത്രയും വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, അപ്പോൾ ആ ഫീൽഡിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്, എത്ര അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് DW 60 mm ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടേം DW ആണ് ഇതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളാണ് ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനുള്ളത്. അത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ DWന്റെ ഫോർമുല നമുക്കറിയാം. റോ ഡി ബൈ റോ ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു FC മൈനസ് PWP ആണ് അല്ലെ. PWP പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിന് പകരം നമുക്ക് ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ ഉണ്ട്. സോ അങ്ങനെയാണ് ഫോർമുല എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഇനി കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമൈൻ ദി ഡെപ്ത് അപ് ടു വിച്ച് ദി സോയിൽ പ്രൊഫൈൽ വിൽ ബി വെറ്റഡ്. അതായത് ഇത്രയും വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഡെപ്തിൽ ആ മണ്ണിനകത്ത് എന്താ വാട്ടർ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അതെന്തുമായിരിക്കും നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്? ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദി റൂട്ട് സോൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത്. എത്ര ഇറിഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വെള്ളം അതിനകത്ത് ഉണ്ട്, എത്ര ഡെപ്തിന് വെള്ളം സോയിലിനകത്ത് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൂട്ട് സോണിലുള്ള വെള്ളം എത്ര ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ സ്മോൾ d ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 2-3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊരു സിമ്പിൾ പ്രോബ്ലം, ജസ്റ്റ് ഒരു 1 സ്റ്റെപ്പ് പ്രോബ്ലം ആണ്. പക്ഷെ ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടറിന്റെ ഫോർമുല ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഈ സ്മോൾ d കണ്ടോ ഫോർമുലയ്ക്കകത്ത്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ? DW 60 mm ആണെന്നറിയാം. റോ ഡി നമുക്ക് തന്നിട്ടുണ്ട് 15.3, 9.81 ആണ് റോ ഡബ്ല്യു. ഡി കണ്ടുപിടിക്കേണ്ടതാണ്. ഇൻറ്റു FC തന്നിട്ടുണ്ട് 15%, അതായത് 0.15 മൈനസ് മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ എത്രയാണ്? 8% ആണ്. ദാറ്റ് മീൻസ് 0.08. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് D കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ അങ്ങനെ കിട്ടുന്ന D വാല്യൂ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദി റൂട്ട് സോൺ, അല്ലെങ്കിൽ ഡെപ്ത് അപ് ടു വിച്ച് ദി സോയിൽ പ്രൊഫൈൽ വിൽ ബി വെറ്റഡ് വിത്ത് ദിസ് മച്ച് എമൗണ്ട് ഓഫ് വാട്ടർ. ക്ലിയർ ആയോ? അപ്പം ഇതും ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. 1-2 തവണ ഇത് കേട്ട് മനസ്സിലാക്കുക, തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലം കൂടെ നോക്കാം. ലോമി സോയിൽ ഹാസ് FC is equal to 22%, അതായത് ഫീൽഡ് കപ്പാസിറ്റി, ആൻഡ് വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് 10%. അപ്പോൾ വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? നമ്മുടെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. അത് മനസ്സിലാക്കുക. പക്ഷെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ PWP ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. ദി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഇസ് 15 kN/m³. If the root zone depth is 70 cm, determine the storage capacity of soil. Storage capacity of soil ആണ് കണ്ടുപിടിക്കേണ്ടത്. Irrigation water applied when moisture content falls to 14%. ഓക്കെ, അപ്പം ഇവിടെ ആ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇവിടാണ് നിങ്ങളെ എന്താ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മറ്റൊരു പോയിന്റ്. അതായത് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് വെൻ മോയ്സ്ചർ കണ്ടന്റ് ഫോൾസ് ടു 14%. വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് 10% ആണ്. പക്ഷെ 14% എത്തിയപ്പോഴാണ് അവർ വാട്ടർ അപ്ലൈ ചെയ്തത്, ഇറിഗേഷൻ വാട്ടർ. അപ്പൊ നമ്മുടെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കണം, 14% ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇഫ് ദി വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഇസ് 75%, ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പുതിയ ടേം വന്നിട്ടുണ്ട്. എഫിഷ്യൻസിയുടെ ഒരു ചെറിയ ഫോർമുലയും കൂടെ ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 75% ആണ് നമ്മുടെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ദി ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ബി അപ്ലൈഡ് ഇൻ ദി ഫീൽഡ്. എത്ര ഡെപ്ത് ആണ് വാട്ടർ നമ്മൾ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പൊ ആദ്യം തന്നെ ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊരു ധാരണ വേണം. FC തന്നിട്ടുണ്ട്, വെൽറ്റിംഗ് കോഎഫിഷ്യന്റ് വേണമെങ്കിൽ PWP is equal to 10% നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതും ഇതും കൂടെ കൺഫ്യൂസ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പം അത് എഴുതാം. അതിനുശേഷം റോഡി തന്നിട്ടുണ്ട് അല്ലെ, 15 kN/m³ തന്നിട്ടുണ്ട്. റൂട്ട് ഓൺ ഡെപ്ത് തന്നിട്ടുണ്ട്. അപ്പം തന്നിരിക്കുന്ന ഗീവൺ ഡേറ്റാസ് ഒക്കെ ആദ്യം തന്നെ എഴുതുക, എന്നിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമൈൻ ദി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. സ്റ്റോറേജ് കപ്പാസിറ്റിയും കണ്ടുപിടിക്കണം. അതുകൂടാതെ എന്താണ്, എഫിഷ്യൻസിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതായത് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി 75% ആണെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ബി അപ്ലൈഡ് ഇൻ, എത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രോബ്ലത്തിൽ നിന്ന് മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഈ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ മണ്ണിൽ എത്ര വെള്ളം അതിനെ ക്യാരി ചെയ്യാൻ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതായിരിക്കും ആ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് എന്ത് തന്നെയാണ്, അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് ആണ്. ഓക്കെ, അതായത് എത്ര വാട്ടർ അതിനകത്ത് ഓൾറെഡി ഫുൾ ആയിട്ടുണ്ടോ ആ അവൈലബിൾ മോയ്സ്ചറിനെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, അപ്പം അത് നമ്മൾ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് നമ്മുടെ അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് ആണെന്നുള്ള കാര്യം ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അവൈലബിൾ മോയ്സ്ചർ ഡെപ്തിന്റെ ഫോർമുല അറിയാം. അത് വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ മണ്ണിനകത്ത് എത്ര അവൈലബിൾ മോയ്സ്ചർ ഉണ്ടോ അത്രയും തന്നെയാണ് ആ സോയിലിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പൊ DWയുടെ ഫോർമുല നമുക്ക് അവൈലബിൾ മോയ്സ്ചർ ഡെപ്തിന്റെ ഫോർമുല അറിയാമല്ലോ, FC-PWP ഇൻറ്റു റോ ഡി ബൈ റോ W ഇൻറ്റു ഡി. എല്ലാ ടേംസും നമുക്ക് ഓൾമോസ്റ്റ് അതിനകത്തുണ്ട്. 0.22 ഇവിടെ കണ്ടോ. PWP കണ്ടുപിടിക്കാനായിട്ട് ഒരു PWPക്ക് ആദ്യം 0.1 തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്, കാരണം മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ, 14 അല്ലെങ്കിൽ 14% വരെ വാട്ടർ കണ്ടന്റ് താഴ്ന്നതിന് ശേഷമാണ് ഇറിഗേഷൻ വാട്ടർ കൊടുത്തിരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ ഇറിഗേഷൻ ചെയ്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ PWP വാല്യൂ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം 0.1 തന്നെ ഇട്ടാണ് മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ എഫിഷ്യൻസി, ഏറ്റവും എഫിഷ്യൻ എന്ന് പറയുമ്പോൾ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ PWPക്ക് മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ ആ 0.14 എന്നുള്ള 14% വാല്യൂ തന്നെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പ്രോബ്ലത്തിനകത്ത് PWPയുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ എന്താ വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പോയിന്റ് തന്നിട്ടില്ല. അതായത് 14% ആവുമ്പോഴാണ്, ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് വെൻ മോയ്സ്ചർ കണ്ടന്റ് ഫോൾസ് ടു 14% എന്നുള്ള ഒരു ടേം കൊടുത്തിട്ടേ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രണ്ടിടത്തും PWP ആ വാല്യൂ തന്നെ 0.1 അല്ലെങ്കിൽ എത്ര 10% തന്നെയായിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 പോയിന്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആക്യുറസി നോക്കി എഫിഷ്യൻസിക്ക് നമ്മൾ ആ വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യവും കൂടി ഇവിടെ മനസ്സിലാക്കണം. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്നാലും വീണ്ടും കേട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എല്ലാ വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കിവിടെ മോയ്സ്ചർ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി DW വാല്യൂ നമുക്കിവിടെ കിട്ടി. രണ്ടാമത്തെ ടേം എഫിഷ്യൻസി ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ് ആണ്. അപ്പൊ ഒരു ക്രോപ്പ് നോക്കുകയാണെങ്കിൽ ആ ക്രോപ്പിന് എത്ര ഇറിഗേഷൻ വാട്ടർ വേണം, അതും എത്ര നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പോൾ റിക്വയർമെന്റിന് അനുസരിച്ചായിരിക്കത്തില്ല അത് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. ചിലപ്പം ആ റിക്വയർമെന്റിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ ആണ് അവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഇനി ആ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് നോക്കാം. അപ്പൊ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്തോ ഓൾറെഡി അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് അല്ലെ, അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് ആയിരിക്കും നമ്മുടെ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് എന്ന് പറയുന്നത്. ഓൾറെഡി വെള്ളം കൊടുത്തു കഴിഞ്ഞല്ലോ, അപ്പൊ എത്ര ഡെപ്തിന് വെള്ളമുണ്ട്, അപ്പം നമ്മുടെ ഫോർമുല തന്നെ. അപ്പൊ അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ആ വാല്യൂ തന്നെ കൊടുക്കുക. എത്ര ആണെന്ന് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ വാല്യൂ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് വാല്യൂ കണ്ടുപിടിച്ചത് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ് ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ് കണ്ടുപിടിക്കുന്നത്? എഫിഷ്യൻസി ഓൾറെഡി ചോദ്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ, 75% എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടറും നമുക്ക് അപ്ലൈഡ് നമുക്കറിയാം. അപ്പൊ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ അപ്ലൈഡ് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആയിരിക്കും നമ്മുടെ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്ലൈ ചെയ്തത് 0.085 ഈ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ 75% ആണ് നമ്മുടെ എഫിഷ്യൻസി. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ. ഈ പ്രോബ്ലം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.